നമസ്കാരം. മുളക് കേന്ദ്ര കഥാപാത്രമായ ഒരു മധുരം മുളകച്ചാറാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കഴുകി വൃത്തിയാക്കിയ പച്ചമുളക് ഇതുപോലെ ചെറുതായൊന്ന് വരഞ്ഞു കൊടുക്കാം. മുളക് രണ്ടായിട്ട് കട്ട് ചെയ്യണമെന്നില്ല. ഇതുപോലെ ഒന്ന് നടുക്ക് ഭാഗമൊന്ന് വരഞ്ഞു കൊടുത്താൽ മതിയാകും. മുളക് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ മാത്രമേ ഇതിനുള്ളിലേക്ക് അല്പം മധുരവും പുളിപ്പും എല്ലാം നല്ലപോലെ പിടിക്കത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മുളക് ഇതുപോലെ വരഞ്ഞ് എടുക്കുന്നത്. ഇനി അച്ചാറിൻ്റെ ചെറു മധുരത്തിന് വേണ്ടി അല്പം ശർക്കര കട്ട് ചെയ്തെടുക്കാം. 300 ഗ്രാം പച്ചമുളകിന് വേണ്ടി 30 ഗ്രാം ശർക്കര ഇതുപോലെ ചെറു പീസുകളായി കട്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് വാളംപുളി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. അത് നെല്ലിക്ക വലിപ്പം എന്ന് പറയുമ്പോൾ അല്പം വലിപ്പമുള്ള നെല്ലിക്കയുടെ വലിപ്പത്തിന് വേണം നമുക്ക് പുളി എടുക്കേണ്ടത്. ഈ വാളംപുളി അല്പം വെള്ളവും ഒഴിച്ചൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുക്കാം. അതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്ത് നല്ലപോലെ അരച്ചെടുക്കാം. അടുത്തതായി ഒരു കടായിയോ ചീനിച്ചട്ടിയോ ചൂടാക്കാനായി വെച്ച് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലെണ്ണയാണ് വളരെ നല്ലത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. പച്ചമുളക് നമ്മൾ നേരത്തെ വരഞ്ഞിട്ടുണ്ട്. ഈ വരഞ്ഞിരിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഈ എണ്ണയിൽ ഇത് വറുത്തെടുക്കുമ്പോൾ, അതായത് എണ്ണയിൽ പച്ചമുളക് വേവിച്ചെടുക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഈ വരഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തുടർച്ചയായി 3 മിനിറ്റ് നേരം മീഡിയം തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത്രയും എണ്ണയിൽ നമ്മളിത് വേവിച്ചാണ് എടുക്കുന്നത്. നമ്മൾ വരട്ടിയുള്ള കരിഞ്ഞൊന്നും പോവാതെ ഇതെടുക്കുക. അല്പം കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. വീണ്ടും ഇവ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. മുളക് വെന്ത് കളറെല്ലാം മാറി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എണ്ണയിൽ വേവിച്ചെടുത്ത പച്ചമുളക് ഈർപ്പമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ തന്നെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. മുളക് വേവിച്ച കടായിൽ തന്നെ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും ഒഴിച്ച് വീണ്ടും ചൂടാവാനായി വയ്ക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 10 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി വളരെ ചെറുതായി കട്ട് ചെയ്തതും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. ഇവയെല്ലാം ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കായപ്പൊടി എന്നിവയും ചേർത്ത് അല്പനേരം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച പുളി ചേർക്കാം. പുളി ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട്. അതിനായി നമുക്ക് ഈ ജാറ് കഴുകിയ വെള്ളം തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. പുളിയോടൊപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയും ചേർത്ത് കൊടുക്കാം. ശർക്കരയും ചേർത്ത ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ശർക്കര പുളിവെള്ളത്തിൽ ലയിച്ച് ചേരുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ച ശേഷം എണ്ണയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മുളക് ഇതിലേക്ക് ചേർക്കാം. മുളകും ചേർത്ത ശേഷം ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. തിളച്ചു തുടങ്ങിയാൽ ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 5 മിനിറ്റ് നേരം മാത്രം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും വെള്ളമെല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാകും. ഇത്രയും ലൂസ് ആവശ്യമാണ്. ഇത് അല്പസമയം കഴിയുമ്പോൾ അത് കട്ടിയാകും. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് നോക്കാം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മധുരം മുളകച്ചാർ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോഴേക്കും ഇതിന് ആവശ്യമായ മുളകുണ്ട്. അതുകൂടാതെ തന്നെ മധുരം, പുളിപ്പ്, ഉപ്പ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുപ്പിയിലോട്ടോ എന്തെങ്കിലും മാറ്റി നമുക്ക് ദിവസങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു രുചിയുമായി നാളെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.